ഭയങ്കര ഗൗരവത്തിലാണല്ലോ. നിങ്ങക്ക് എന്താ പറ്റേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഈ സൈക്കിളിന്റെ പുറകിലിരുത്തി ഒന്ന് വീട് വരെ കൊണ്ടാക്കോ? പെണ്ണിന്റെ പൂതി കൊള്ളാലോ. കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് ഈ പാട്ട സൈക്കിളിന്റെ പുറകിൽ കേറാന്ന് പറഞ്ഞത് തന്നെ എന്റെ വലിയ മനസ്സായിട്ട് കൂട്ടിയാ മതി. തൽക്കാലം ആ വലിയ മനസ്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ. സുറുമി ഇന്നെന്താ കോളേജ് വരാഞ്ഞേ? അത് പിന്നെ ഓൾക്ക് നേരം എടുത്തപ്പോ ഒരു പനി, അതുകൊണ്ട് ഞാനൊന്ന് പോണ്ടെന്ന് പറഞ്ഞു. ശരിക്കൊന്നും നുണ പറയാൻ പോലും പഠിച്ചില്ലല്ലോ എന്റെ മോൻ. എന്തിനാ സുബൈർക്ക നുണ പറയുന്നത്? ഫീസ് അടയ്ക്കാൻ കാശില്ലാഞ്ഞത് കൊണ്ടല്ലേ സുറുമി ഇന്ന് കോളേജ് വരാഞ്ഞേ? അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ അപ്പൊ തന്നെ എടുത്തു കൊടുക്കാൻ എന്റെ മോൻ ഓട്ടോവരുകൾ എന്നെ വെച്ചേക്കല്ലേ. എന്ത് വിഷമം വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അനുഭവിച്ചു. ഇതാ, ഇതുകൊണ്ടുപോയി തൽക്കാലം വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാ ചെയ്യും. ആവശ്യം നടക്കട്ടെ. ഇതൊന്നും വേണ്ട സുമി. എത്രയെന്ന് വെച്ച ഈ എന്നെ സഹായിക്കുക? വെറുതെ മനുഷ്യനെ ചൂട് പിടിപ്പിക്കല്ലേ സുബീർക്ക. കയ്യിൽ ഒരു വള കുറഞ്ഞെന്ന് വിചാരിച്ച് ഇവിടെ ഭൂകമ്പൊന്നും ഉണ്ടാവൂല. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന്റെ ഭംഗി അത് അണിയുമ്പോഴല്ല, അത് ആപത്തിൽ സഹായിക്കുമ്പോഴാ. കേട്ടോളെ, അന്നെ പഠിക്കാനായിക്കണ ഇതിനാണ്ടി കണ്ണിക്കണ്ട തെരുതിന്റെയിലൂടെ കിന്നാരം പറഞ്ഞ് നടക്കാനാണോന്ന്. അറക്കലും ഉമ്മറാജിക്ക് ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ എന്റെ മോളുടെ വിചാരമെങ്കില് ഒന്നുള്ളൂ ഞാൻ നോക്കൂല. അരിഞ്ഞ് തള്ളു ഞാൻ. നിന്ന് മോഹത വണ്ടിക്കരടി. തറവാട്ടി പറഞ്ഞവരെ മനഃപൂർവ്വം മാനം കെടുത്താൻ എന്റെ പരിപാടിയെങ്കില് അത് ഇന്നത്തോടെ നിർത്തിയേക്ക്. ഈ കളിക്കണതേ അറക്കൽ ഉമ്മറാജിയോടാ. അത് ഈ മറക്കണ്ട. പോയി ഒരു ഡോക്ടറെ കാണിക്കടാ. ഉമ്മാക്ക് എന്താ? ചെറിയൊരു മുറിവാകുമ്പോഴത്തേനും ഡോക്ടറെ കാണിക്കാൻ നിന്നാലേ 250 ഉറുപ്പികക്ക് ഒരു തലി ഉണ്ടാവില്ല. ഇക്കാക്ക് സ്വന്തം തടി നോക്കണ്ടാട്ടോ. എന്തേലും പറ്റി കിടന്നു പോയാല് ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? ഉമ്മ, ഈ എങ്കിലും ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്ക്. എനക്കറിയില്ലടാ. ഈ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് എന്റെ ഉള്ളില് തീയ. അന്നെ കാണുന്നത് വരെ എന്റെ മക്കളെ കാത്തോളണേ റബ്ബേന്ന് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ ഉമ്മാക്ക്. ഉമ്മാക്ക് ഞങ്ങളോടുള്ള സ്നേഹം കണ്ടാലേ ഈ ദുനിയാവിൽ ഇങ്ങള് മാത്രം മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. എടാ, ഉമ്മയും ബാപ്പയും മക്കളെ സ്നേഹിക്കുന്ന അറിയണമെങ്കിലേ ഈ ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളും മക്കളും ആയാലേ എനിക്കറിയൂ. നൂജ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എന്നോട് ചോദിച്ചിട്ടെന്താ?
എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കണം. അന്നേ മോളെയും പോറ്റാൻ പറ്റുന്ന ഒരു ഭർത്താവണം എനിക്ക്. എനിക്കറിയായിരുന്നു എന്തെങ്കിലും കെബീർക്കാക്ക് ഇങ്ങനൊക്കെ തോന്നുന്നു. ഒരു പണിക്കും പോവാത്ത എനിക്ക് ഇവിടെ ആരും പണി തരൂല, അതെനിക്ക് ഉറപ്പാ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മോള് വലുതായി വരിക. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് പെൺകുട്ടികൾ വളർന്ന് വലുതാവും. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ നിന്റെ ഉള്ളില് തീയ കെബീർക്ക. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സുബൈറിനോട് പറഞ്ഞ് എനിക്ക് ചെറിയൊരു കടയിടാനുള്ള കുറച്ച് പൈസ സഹായിച്ചു തരാൻ പറ്റുമെന്ന് നീ ചോദിക്കും. ഓന്റെ കാര്യം തന്നെ പണ്ടാരോ പറഞ്ഞ മാതിരിയാ. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. ഇങ്ങളും കൂടെ വല്ല പണിക്കും പോയി 10 ഉറുപ്പ്യ ഓനെ സഹായിച്ചാല് ഈ സമയത്ത് ഓനക്ക് വലിയ ആശ്വാസാവും. നന്നാവണം. പരിഹസിച്ചവരുടെ മുന്നില് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക്. ഈ ഇന്ന് കോളേജിൽ പോണില്ലേ? പഠിച്ചിടത്തോളമൊക്കെ മതി. അതാ നല്ലത്. അല്ലെങ്കിലും എന്റെ പഠിപ്പ് കൂടി എന്റെ കേട്. ഇന്നാള് ഞാൻ കണ്ടതാ. അല്ല കല്യാണം തീരുമാനിക്കാൻ പോവാ ഞാന്. അത് ബാപ്പ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മതിയടി. ഈ തറവാട്ടിൽ പെണ്ണുങ്ങൾ ഇഷ്ടം നോക്കണ പതിവ് പണ്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ തീരുമാനിക്കും. ഈ അത് സമ്മതിക്ക. ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടിയല്ല ഞാൻ. എനിക്കുണ്ട് എന്റേതായ ചില തീരുമാനങ്ങൾ. എന്ത് തീരുമാനാടി? അന്തി അവളെ അധ്വാനിച്ച് അന്തിക്ക് അന്നം വാങ്ങാൻ ഇരക്കുന്ന ഒരു പെറുക്കി ചെറുക്കനെ തന്നെ കെട്ടണം എന്നാണ് എന്റെ മോളുടെ വാശിയെങ്കില് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചോളെ. സുബൈർഖാനെ കൂടെ അല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവൂല. ബാപ്പാടെ പണക്കൊഴുപ്പ് കൊണ്ട് വല്ല അതിബുദ്ധിയും കാണിച്ചാല് എന്റെ മയ്യത്തുമേ താലി കിട്ടേണ്ടി വരും. ഉമ്മ, 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 ഉമ്മ. ദാ വരുന്നടാ. എന്തേ കബീർക്ക? ഇവിടെ ഉണ്ട്. എന്നാ ഇങ്ങോട്ട് ഇക്കാക്കനെ വിളിക്കേ. ആ പിന്നെ വലിയ താത്തനെ വിളിച്ചോളി. ആ എടാ, നൂർജാനെ വിളിച്ചോ. ഇതാ കബീർക്ക 1,00,000 രൂപയുണ്ട്. ഇതാ ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളി. വീടിന്റെ ആധാരം പണയപ്പെടുത്തി. അല്ലേലും അതിവിടെ ഇരുന്നുകൊണ്ട് വലിയ കാര്യമില്ല. ബ്ലേഡാണ്. ബാങ്കിൽ നിന്ന് കായെടുക്കാൻ കുറച്ച് താമസിക്കും, അതുകൊണ്ട് എടുത്താ. നമ്മുടെ കുഞ്ഞാണ്ടിച്ചേട്ടന്റെ കടയില്ലേ, അത് കൊടുക്കാത്രേ. ഓനെന്തിന് പൈസ കാലത്ത് ഈ കച്ചവടം? മക്കള് 3 ദുബായിലല്ലേ. അതുകൊണ്ടാ മൂപ്പര് കട കൊടുക്കണത്. അത് നമുക്ക് മേടിക്കാം. എന്നിട്ട് അതിൽ കബീർക്ക കച്ചവടം ചെയ്തോട്ടെ. ലോൺ എടുത്ത വകയില് മുതലും പലിശയും ചേർത്ത് 2,000 രൂപയോ മാർവാടിക്ക് അടച്ചാ മതി. ഇതമ്മ, ഇത് ഇങ്ങടെ കൈ കൊണ്ട് തന്നെ കൊടുത്താളി. ഭീഷ്മി ചൊല്ലി എന്റെ മോന്തി പേടിക്ക്. അനക്ക് പടച്ചോൻ നല്ലതേ വരുത്തൂ. ഇത്ര നാളും കബീർക്ക പലതും ചെയ്തിട്ടും ഒന്നും പറയാത്തവനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കബീർഖാന്റെ മനസ്സ് വിഷമിക്കണ്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഇനിയും കാക്ക പഴയ കളി കളിച്ചാൽ നമുക്കെല്ലാവർക്കും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. ഇനി അതുണ്ടാവരുത്. മാറാത്ത പ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ പാറത്താലേറ്റവനാണ് ഇവൻ. ഇനിയെങ്കിലും പഠിച്ചോന്ന് വിചാരിച്ച് ഓന്റെ മനസ്സ് വേദനിപ്പിക്കല്ല കബീറെ. ഇനി ഒരിക്കലും തലറിഞ്ഞ് നടക്കില്ലുമ്മ. എന്റെ മോളാണ് സത്യം.
കബീർക്ക, എന്താ സുബേറെ, എന്താ ഉണ്ടായേ? നമ്മുടെ സുറുമയെ കാണാനില്ല. ഓള് കോളേജിലേക്ക് പോയതാ. പൊരയില് ഉമ്മയും നൂർജാത്തി ആകെ നിലവിളിയാ. ഞാൻ എന്തു പറഞ്ഞിട്ട് ഓരിക്കൊരു സമാധാനാവണില്ല. ഈ ബേജാറാവണ്ട സുബേറെ, ഓള് വരും. സമയം അതിന് മാത്രം ആയിട്ടില്ലല്ലോ. ഈ ഓളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി നോക്ക്. ഓള് അവിടെ ശരി കാണും. കാക്ക. ഇല്ല, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവിടേക്കാ വന്നോ? ഇല്ലേ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി മോനെ, ഓളെ വല്ല വിവരം കിട്ടിയോ? കോളേജിലെ കോളിന്ന് ചെന്നിട്ടില്ല ഉമ്മച്ചി. അറിയാവുന്ന കൂട്ടുകാരികളോടൊക്കെ ഞാൻ ചോദിച്ചു. അവരാരും ഓളെ കണ്ടിട്ടില്ല. ഇന്റെ റബ്ബേ. സുബേറെ, ഇത് സുറുമയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. സുബർക്കായ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരാളോ ഇഷ്ടത്തിലാണ്. സ്വർണവും സ്ത്രീധനവും വേണ്ടാതെ എന്നെ മാത്രം മതിയെന്ന് അയാൾ പറഞ്ഞപ്പോ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി. ഉമ്മയും സുബർക്കയും എന്നെ ശപിക്കരുത്. എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സ്നേഹത്തോടെ. എന്താണ് മോനെ? ഓള് നമ്മളെയൊക്കെ വിട്ട് വേറെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി ഉമ്മ. എന്റെ റബ്ബേ, എന്താണ് സുബേറെ ഈ പറയുന്നത്? ഇപ്പൊ എന്തായി? ഉമ്മയും മോനും കൂടി കൊഞ്ചിച്ച് ഭക്ഷണാക്കിയതല്ലേ? അനുഭവിച്ചോളി. മതി. എന്താ കബീർക്ക ഇത്? എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലുള്ള വർത്താനം പറയാ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഇമ്മാര് വൃത്തിയോടൊക്കെ കണ്ടില്ലെന്ന് അടിക്കണോ? ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു. പെങ്ങൾ ഒളിച്ചോടി പോയി തറവാട്ടി നിൽക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായി കബീർക്ക? അനക്കെല്ലാം നിസ്സാരാ. എനിക്ക് വളർന്നു വരുന്നൊരു പെൺകുട്ടിയാ. ഓളുടെ ജീവിതം കൂടി ഞാൻ നോക്കണ്ടേ? ഈ എന്ത് കുന്താ നോക്കിയേക്കണേ? അന്റെ മോളെ ഡ്രസ് എന്താ വെച്ചെടുത്തോ? ഇപ്പൊ എറണാകുളത്ത്. സുബൈറെ, ഈ പറി ഓരോട് പോണ്ടാന്ന്. വേണ്ടുമ്മ, അവര് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കണ കബീർക്കല്ല ഇപ്പം. ഈ ദുനിയാവിൽ ആരൊക്കെ പോയാലും നിക്ക് എന്റെ ഉമ്മയുണ്ടല്ലോ, അത് മതി. മോനെ, കൊച്ചുപ്പേ മരണ എന്റെ കൂടെ, എന്നാലേ ഞാൻ പോവൂ. എന്റെ മോളിപ്പോ പോയിക്കോ, വന്നോളാം. വലിയ മഴ പോണേ. ഇങ്ങോട്ട് വാടി. ഉമ്മ